പ്രതികരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇത് പറയൂലായിരുന്നു. 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്നത്. ഞാൻ മുണ്ടല്ല ഉടുത്തിരുന്നത്, പാൻ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും. ഇവർക്ക് 500, 400, 200 കേസ്. ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ്, പിന്നെ വൺ വേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത്, അതൊന്നും കേസേ അല്ല. ഇവർ സിഗ്നൽ തെറ്റിക്കുന്നതും നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ്. നമസ്കാരം. KSRTC ഡ്രൈവർ യദു ആഭാസനായിരുന്നു എന്നതിന്റെ കാര്യകാരണങ്ങൾ നിരത്തുകയാണ് CPM പോരാളിമാർ. കാരണം മേയർ KSRTC ഡ്രൈവർ വിഷയം വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ആകെ മേയർ മറ്റൊരാൾക്കൊപ്പം ബൈക്കിൽ കറങ്ങുന്നതിന്റെ പഴയകാല ദൃശ്യങ്ങൾ പാറിപ്പറക്കുകയാണ്. മേയർ നഗരമാതാവ് ആയതുകൊണ്ടും പാളയം എന്ന ഏരിയ CPM ഗുണ്ടകളുടെ ഏരിയ ആയതുകൊണ്ടും ഡ്രൈവറെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ രക്ഷയ്ക്ക് എല്ലാവരും എത്തുമെന്ന ധൈര്യം മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. മേയറും MLAയും ചേർന്നാൽ തിരുവനന്തപുരം എടുത്ത് മറിച്ചു കളയാം എന്ന ഏതൊരു CPM നേതാവിൻ്റെയും ധാർഷ്ട്യമാണ് ആ വഴിതടയലിൽ ഉൾപ്പെടെ ഉണ്ടായത്. പെണ്ണുകേസ് ആദ്യം കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ പെണ്ണുകേസ് ഉണ്ടാക്കി മറ്റുള്ളവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന CPMന്റെ അതേ ബുദ്ധിയാണ് ഡ്രൈവർ മേയർ വിഷയം കൈകാര്യം ചെയ്യുന്നതിലും CPM കാണിച്ചത്. ആ വിഷയത്തിൽ മേയറെ പ്രതിരോധിക്കാൻ CPM കണ്ടെത്തിയ അതിബുദ്ധിയാണ് ഡ്രൈവർ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ളയാളാണെന്ന് വരുത്തി തീർക്കൽ. സൂചി കൊണ്ട് എടുക്കാവുന്നത് തൂമ്പ കൊണ്ടല്ല, അതുക്കും മേലെ ഉള്ളതുകൊണ്ട് എടുത്ത് സ്റ്റാർ ആകാൻ നോക്കിയാൽ മേയർ അവസാനം നഗരസഭാ യോഗത്തിൽ പൊട്ടിക്കരയുന്നതും കാണേണ്ടി വന്നു. ആരും മേയറെ പിന്താങ്ങിയില്ല. പിന്നീട് ഡ്രൈവർക്കെതിരെ പ്രമേയം പാസാക്കുന്നതും കാണേണ്ടി വന്നു. ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വിളിപ്പാട് അകലെയുള്ള പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിക്കാൻ കഴിയുമായിരുന്നു ഈ സംഭവം. പക്ഷേ ചില സിനിമാ ഡയലോഗുകളിൽ പറയുന്നത് പോലെ കോടതിയും പോലീസുമെല്ലാം ആരെയും ഭർത്താവ് സച്ചിൻ ദേവുമാകാൻ ശ്രമിച്ചു. അയാൾക്കെതിരെ കേസ് ഉണ്ടായിരിക്കാം, അയാൾ ആഭാസനായിരിക്കാം, പക്ഷേ വകതിരിവ് എന്നൊരു സംഭവമുണ്ട്. അതില്ല മേയർക്ക് എന്ന് വ്യക്തമായി. പിന്നെ ഒരു ശരാശരി DYFI SFI നിലവാരത്തിലേക്ക് താഴ്ന്നുപോയി മേയറെ തിരുത്താൻ ഭർത്താവിനും കഴിഞ്ഞില്ല. എന്തു വന്നാലും ക്യാപ്സ്യൂൾ ഇറക്കി സംരക്ഷിക്കുമെന്ന് റെഡ് വോളണ്ടിയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനും അറിയാം. ഡ്രൈവർ അങ്ങനെ ഒരാളാണോ അല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ബസിന്റെ ഹൈറ്റ് എല്ലാവർക്കും അറിയാം, കാറിന്റെയും അറിയാം. ഒരു ബസ്സിലിരുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചത് എങ്ങനെയാണ് കാറിൽ ഇരുന്നവർ കാണുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. എന്തായാലും തന്റെ കേസിനെ കുറിച്ച് ഡ്രൈവർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന കേസുണ്ട്, ക്രൈമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ആദ്യം ഒരു ക്രൈം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ക്രൈം ഉണ്ടായിരുന്നു, അത് പാർട്ടി ബേസിലുണ്ടായിരുന്നു. ഇവരെ പാർട്ടി തന്നെയാണ് DYFI. അവിടെ നിയമമണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി, അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു, അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു. ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത്. അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിൻ്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ്. പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ്, ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനലാണ്, ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാം നല്ല ആൾക്കാരാണ്, പീഡന വീരന്മാരേ ഇല്ല. ഈ മാഡത്തിൻ്റെ പേരിലും ഈ സാറിൻ്റെ പേരിലും MLA സാറിൻ്റെ പേരിലും എത്രമാത്രം കേസുണ്ട്. എന്നെക്കാട്ടി എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ്. ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ്, പിന്നെ വൺ വേ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത്, അതൊന്നും കേസേ അല്ല. ഇവർ സിഗ്നൽ തെറ്റിക്കുന്നതും നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇത് പറയൂലായിരുന്നു. 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്നത്. ഞാൻ മുണ്ടല്ല ഉടുത്തിരുന്നത്, പാൻ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും. ഇങ്ങനെ ഡ്രൈവർ പറയുമ്പോൾ ഈ വിഷയം എടുത്തിട്ട് താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ സൈബർ പോരാളികളെ ഇറക്കി വിടുന്ന മേയർ തന്നെ വിശുദ്ധയാകുമെന്നാണോ കരുതിയത്? ഒരു ആക്ഷന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് ഒരു CPM കാരിക്ക് അറിയാതെ പോയോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. രംഗം ധാർഷ്ട്യം കാണിച്ച് വഷളാക്കിയത് മേയറും സംഘവുമാണെന്ന് വ്യക്തമാണ്. കാരണം അതിലെ മെമ്മറി കാർഡ് പെട്ടെന്ന് എവിടേക്കാണ് അപ്രത്യക്ഷമായത്.
ഡ്രൈവർ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെയൊക്കെ പോലീസ് ബസ് പിടിച്ചെടുക്കുന്നതോടെ മെമ്മറി കാർഡ് ആവിയാകുമോ? അപ്പോൾ മറച്ചു പിടിക്കാൻ മേയർക്കുമുണ്ട്. പിന്നെ ഗതാഗത മന്ത്രി അങ്ങേര് പറയുന്നതൊന്നും ഇവിടെ നടക്കില്ല എന്ന തോന്നലും മേയർ സംഘത്തിന് ഉണ്ടായി കാണണം. പക്ഷേ അങ്ങനെ മേയർ വിചാരിച്ച പോലെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആളൊന്നുമല്ല ഗതാഗത മന്ത്രി. അതുകൊണ്ടാണ് CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും തെളിവ് കിട്ടിയ ശേഷം മാത്രം നടപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും യാത്രക്കാരോട് വിളിച്ച സംഭവത്തെക്കുറിച്ച് മന്ത്രി അന്വേഷിക്കുന്നതും. അതുകൊണ്ട് ഡ്രൈവറുടെ പഴയ കേസ് എടുത്തിട്ട് അലക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. മേയറെ ന്യായത്തിനൊപ്പം മാത്രമേ ജനം നിൽക്കൂ. അതുകൊണ്ടാണ് ഡ്രൈവർക്കൊപ്പം ജനം നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ആഭാസനായ ഒരാൾക്കൊപ്പം എങ്ങനെയാണ് ജനം നിലകൊള്ളുക? അതിന് ഈ പൊട്ടിക്കരച്ചിൽ കൊണ്ടൊന്നും മതിയാവില്ല ഈ കേസ് ഒതുക്കി തീർക്കൽ. നന്ദി.